ആദ്യം KSIDCയുടെ ഏകജാലക ബോർഡ് പഞ്ചായത്തിന് നൽകിയ കത്ത് നമുക്കൊന്ന് കാണാം. ഡേറ്റ് ഇട്ട തീയതി ശ്രദ്ധിക്കൂ, 14/2/2024, 14/2/2024, ഫെബ്രുവരി മാസം 14 തീയതി. മേൽവിലാസം നോക്കൂ, സെക്രട്ടറി എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്, പാലക്കാട്. കണ്ടന്റ് നോക്കൂ, സബ്ജക്റ്റ് കേരള സ്റ്റേറ്റ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ്, ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സെറ്റിംഗ് അപ്പ് എ മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഓഫ് എഥനോൾ. എഥനോൾ നിർമ്മിക്കുന്നതിനുള്ള യൂണിറ്റ്, മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച്. എന്നിട്ട് പറയുന്നു, ആ വീഡിയോ കോൺഫറൻസിംഗ് 10:30 നടക്കാൻ പോകുന്നു. ഇറ്റ് മേ പ്ലീസ് ബി നോട്ടഡ് ദാറ്റ് ആപ്ലിക്കേഷൻ ഫ്രം ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് റിഗാർഡിംഗ് സെറ്റിംഗ് അപ്പ് എ മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഓഫ് എഥനോൾ of 500 kiloliter PD at Vengodi Panchayat district is included as an agenda for the meeting. 14 തീയതി തയ്യാറാക്കിയ ഈ കത്ത് പക്ഷേ 22 തീയതിയാണ് പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് ലഭിക്കുന്നത്. നോക്കൂ, ലിജു ജോൺ എന്ന് പറയുന്ന ആളുടെ ഐഡിയിൽ നിന്നാണ് ഈ കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പോയിരിക്കുന്നത്. എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇങ്ങനെയൊരു മീറ്റിങ്ങിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല. പഞ്ചായത്ത് സെക്രട്ടറി ഏതോ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നൽകുന്ന ആദ്യ മീറ്റിംഗിൽ ഈ കമ്പനി അവിടെ സ്ഥാപിക്കാൻ പോകുന്ന എഥനോൾ യൂണിറ്റിനെ കുറിച്ച് വ്യക്തമായി പറയുന്നു എന്നുള്ളതാണ്. തീയതി നോക്കാം, ഫെബ്രുവരി 22 തീയതിയാണ്. ഒരിക്കൽ കൂടി 14 തീയതി തയ്യാറാക്കിയ കത്ത് KSIDC എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന് അയച്ചു കൊടുക്കുന്നു. അതിൽ വളരെ കൃത്യമായി ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഓഫ് എഥനോൾ ഉണ്ടാക്കാൻ പോകുന്നു, സെറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്യുന്നു. എന്നാൽ അവിടെ വൈൻ, ബ്രാൻഡി, ബ്രൂവറി, ഡിസ്റ്റിലറി ഇതിനെക്കുറിച്ചുള്ള പരാമർശം ആ കത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ എഥനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നതായും അതിന് ഒയാസിസ് കമ്പനി അപേക്ഷ നൽകിയിരിക്കുന്നതായും കത്തിൽ പറയുന്നു. കത്ത് 22 തീയതി സെക്രട്ടറിക്ക് ലഭിക്കുന്നു. വളരെ വിശദമായ ആ ലെറ്റർ, അതിൻ്റെ ഭാഗമായിട്ട് 26/2/2024 ഉള്ള ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കും അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ യോഗം നടക്കുന്നത്, ഏകജാലക ബോർഡിൻ്റെ യോഗം നടക്കുന്നത് 26 തീയതി. അതിനുള്ള ക്ഷണവും കത്തും കിട്ടുന്നത് 22 തീയതി. ഇനി നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഒന്ന് കേൾക്കാം. ഇതുവരെ കണ്ടിട്ടില്ല. ഡേറ്റ് പോലും ഞാൻ അറിഞ്ഞത് മാധ്യമങ്ങളിൽ നിന്നാണ്. മാധ്യമങ്ങളിൽ നിന്നും വിവരം ലഭിച്ച ശേഷമാണ് സെക്രട്ടറിയോട് ചോദിക്കുന്നത്. സെക്രട്ടറി പറഞ്ഞു 6 മാസങ്ങൾക്ക് മുൻപ് ഓൺലൈൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വ്യവസായ വകുപ്പിൽ തിരുവനന്തപുരത്തു നിന്നും ഓൺലൈൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ വ്യക്തമായി ചോദിച്ചു സെക്രട്ടറിയോട്, സെക്രട്ടറി എന്നാണ് നിങ്ങൾ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തത്, എനിക്ക് അതിൻ്റെ പ്രിൻ്റ് വേണം എന്ന് പറഞ്ഞു. സൈറ്റിൽ കിടപ്പുണ്ട്, ഞാൻ നോക്കട്ടെ, 6 മാസങ്ങൾക്ക് മുൻപാണ് എന്ന് പറഞ്ഞു. ഇന്നലെയാണ് പറയുന്നത് 1 വർഷം മുൻപാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 6 മാസങ്ങൾക്ക് മുമ്പല്ല, 1 വർഷത്തിന് മുമ്പാണ്. പഞ്ചായത്ത് സെക്രട്ടറി ആ ഡേറ്റ് മറന്നെങ്കിലും ഡേറ്റ് റിപ്പോർട്ടർ TV എന്ന് ഓർമ്മിപ്പിച്ചു. അത് 26 തീയതിയാണ് യോഗം നടന്നത്. അതിലേക്കുള്ള കത്ത് കൊടുത്തിരിക്കുന്നത് 22 തീയതിയാണ്. ആ കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് 14 തീയതിയാണ്. ആ കത്തിൽ വളരെ വ്യക്തമായി ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഈ പഞ്ചായത്തിൽ ഈ സ്ഥലത്ത് എഥനോൾ യൂണിറ്റ് നിർമ്മാണത്തിനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നു എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. തീർന്നില്ല. ഇനി ഈ യോഗത്തിൽ എന്താണ് സംഭവിച്ചത്, അതിനെക്കുറിച്ച് ആർക്കാണ് അറിയുക? ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ഈ യോഗത്തിൽ പങ്കെടുത്ത സെക്രട്ടറിക്കാണ്. പക്ഷേ സെക്രട്ടറി പറയുന്നു താൻ അന്നത്തെ ദിവസം ലീവ് ആയിരുന്നതുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തിയത്. അസിസ്റ്റന്റ് സെക്രട്ടറി ആണെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആ ചടങ്ങിൽ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തപ്പോൾ സംഭവിച്ചത് എന്താണ്, അതും വ്യക്തമായി തന്നെ ചീഫ് സെക്രട്ടറിയുടെ മിനിറ്റ്സിലുണ്ട്. മിനിറ്റ്സിന്റെ പകർപ്പും റിപ്പോർട്ടർ TV പുറത്തുവിട്ടു. ഇതാണ് ആ മിനിറ്റ്സിന്റെ പകർപ്പ്. ന്യൂ പ്രപ്പോസൽസ് ബിഫോർ ദ ബോർഡ്, ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സെറ്റിംഗ് അപ്പ് എ മൾട്ടി ഫീഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഓഫ് എഥനോൾ. തീർന്നില്ല. ഇവിടെ ബ്രൂവറിയെക്കുറിച്ചും ഡിസ്റ്റിലറിയെക്കുറിച്ചും കൃത്യമായി പറയുന്നു. The board noted that the proponent intends to set up a multi-feed manufacturing unit of ethanol. Multi-unit 3 KLPD. Brewery 1 million HLPA. Winery brandy unit 3 KLPD in വേങ്ങോടി ഇലപ്പുള്ളി വില്ലേജ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസം 26 തീയതി നടന്ന യോഗത്തിൽ എലപ്പുള്ളി പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച്
അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ ഒയാസിസ് കമ്പനി നിർമ്മിക്കാൻ പോകുന്ന ബ്രൂവറി പ്ലാന്റിനെ കുറിച്ചും ഡിസ്റ്റിലറി യൂണിറ്റിനെ കുറിച്ചും വൈൻ ബ്രൂവറിയെ കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിലിംഗ് നടന്നിട്ടുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായി എന്ന് പറയാതെ വയ്യ. ആദ്യം 6 മാസം മുമ്പെന്ന് പറഞ്ഞു, പിന്നീട് 1 വർഷം മുമ്പെന്ന് പറഞ്ഞു. 1 വർഷം മുമ്പ് നടന്ന മിനിറ്റ്സിന്റെ രേഖകൾ പുറത്തു വരുന്നതിന് മുൻപ് അതിൽ ബ്രൂവറിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ വളരെ വ്യക്തമായി മിനിറ്റ്സിൽ ബ്രൂവറിയെക്കുറിച്ചും ഒപ്പം ബ്രാൻഡി യൂണിറ്റിനെ കുറിച്ചും മാൾട്ട് യൂണിറ്റിനെ കുറിച്ചും വൈനറിയെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം ആ അർത്ഥത്തിൽ ഇനി നിലനിൽക്കില്ല.